CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചേറ്റുവ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിനു പോയി കടലിൽ തെറിച്ചു വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. എങ്ങണ്ടിയൂർ ഏത്തായി കരുപ്പയിൽ ശങ്കുരുമകൻ വിജീഷാണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് കടലിൽ വീശിയ ശക്തമായ കാറ്റിനെ തുടർന്ന് ആടിയുലഞ്ഞ വഞ്ചിയിൽ നിന്നും വിജീഷ് കടലിലേക്ക് തെറിച്ചു വീണത്. ദേശീയപാത 66 എടക്കഴിയൂർ കാജ സ്റ്റോപ്പിന് സമീപം കോൺക്രീറ്റ് റെഡിമിക്സ് ലോറിക്ക് പിറകിൽ കാറിടിച്ച് കാർ യാത്രികൻ മരിച്ചു. കൊടുങ്ങല്ലൂർ താനിയത്തിൽ 65 വയസ്സുള്ള രാമനാഥൻ ആണ് മരിച്ചത്. പൊന്നാനി ഭാഗത്തുനിന്ന് വരികയായിരുന്ന രാമനാഥനും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ ലോറിക്ക് പിറകിൽ ഇടിക്കുകയായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF വൻ ഭൂരിപക്ഷത്തോടെ ഭരണത്തിൽ തിരിച്ചുവരുമെന്നും മണലൂരിൽ നഷ്ടപ്പെട്ട പ്രഭാവം വീണ്ടെടുത്ത് മികച്ച വിജയം UDFിനുണ്ടാകുമെന്നും AICC സെക്രട്ടറി TN പ്രതാപൻ UDF മണലൂർ നിയോജക മണ്ഡലം നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ വൈകിക്കുകയും മൃതദേഹത്തോട് അനാദരവ് കാണിക്കുകയും ചെയ്ത ഡോക്ടറുടെ നടപടിയിൽ BJP കൗൺസിലർമാർ പ്രതിഷേധിച്ചു. കടവലൂർ പൊറവൂരിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമാകുന്നു. പൊറവൂർ പാടശേഖരത്തിൽ കൊയ്ത്തു കഴിഞ്ഞ് കെട്ടാക്കി വെച്ചിരുന്ന വൈക്കോലിന് തീയിട്ടു. തീയാളുന്നത് കണ്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും ഇവർ സ്ഥലം വിട്ടു. രാത്രികാലങ്ങളിൽ മദ്യപരുടെയും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെയും വിഹാരകേന്ദ്രമാണ് ഇവിടമെന്ന് നാട്ടുകാർ പറയുന്നു. പെരുന്നാൾ ആഘോഷത്തിനിടെ ബാൻഡ് കലാകാരൻ കുഴഞ്ഞു വീണു മരിച്ചു. പാറന്നൂർ സ്വദേശി വെള്ളറ വീട്ടിൽ 74 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിനിടെ വെള്ളിയാഴ്ച രാത്രി നടുവിലങ്ങാടി സെന്ററിന് സമീപം ജോണി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. വേലൂർ ചേർന്തല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രോത്സവ വേദിയിൽ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. ചൂണ്ടൽ സാൻതോം ചർച്ച് ഉണ്ണീശോ തീർത്ഥകേന്ദ്രത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. സംയുക്ത തിരുനാൾ ജനുവരി 30, 31, ഫെബ്രുവരി 1, 2 തീയതികളിലായാണ് ആഘോഷിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കൺവെൻഷന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി ബദനി സെന്റ് ജോൺസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ നഗറിലാണ് കൺവെൻഷൻ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ബ്ലാങ്ങാട് ബീച്ചിൽ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തയാളെ തിരിച്ചറിഞ്ഞു. കോഴിക്കോട് പയ്യോളി സ്വദേശി മനോജ് കുമാറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മനോജ് കുമാറിനെ കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. DYFI SFI നേതാക്കൾക്കെതിരെ അക്രമം അഴിച്ചുവിടുന്ന മയക്കുമരുന്ന് ക്രിമിനൽ സംഘത്തിനെതിരെ CPM DYFI സംയുക്താഭിമുഖ്യത്തിൽ ചിറക്കൽ സെന്ററിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്താഘോഷം വർണ്ണാഭമായി. മലർവാടി ബാലസംഘം മഴവില്ല് സംസ്ഥാനതല ചിത്രരചനാ മത്സരത്തിന് പെരുമ്പിലാവ് അൻസാർ കോളേജ് ക്യാമ്പസിൽ തുടക്കമായി. കടവലൂർ പഞ്ചായത്ത് അംഗം സ്മിത മുരളി ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.